ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. ജൂലൈ 17 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിലുള്ള വിവിധ യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ നോട്ടിഫിക്കേഷനും PSC വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്ക് ട്രിപ്പിൾ ഒക്കെ പഠിച്ചവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അപ്ലൈ ചെയ്യാത്തവരൊക്കെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇനി എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, അതാണ് ഒരു മെയിൻ കാര്യം അല്ലേ. നമുക്കറിയാം കുറേ കാര്യങ്ങൾ സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ സ്ട്രക്ചറായിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കും, അങ്ങനെ കുറച്ച് ആശങ്കയിൽ നിൽക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാദമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബിനാർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം തുടക്കക്കാർക്ക് പോലും ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാം. അതായത് നമുക്കറിയാം PSC തന്നിരിക്കുന്ന സിലബസിനെ അറേഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ സിലബസ് എന്താണെന്ന് നിങ്ങൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ഈ വെബിനാറിൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സിലബസിലെ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോഴും ഏതെല്ലാം റെഫറൻസുകൾ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ആയിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഇപ്പം ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലാതെ വീട്ടിലിരുന്ന് എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിവസം എത്ര ടൈം പഠിക്കണം, അതുപോലെ എത്ര ടൈം റിവിഷന് വേണ്ടി മാറ്റി വെക്കണം, അതുപോലെ മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, അതുപോലെ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഡൗട്ട് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡൗട്ട്സുകളും എല്ലാം തന്നെ ഈ വെബിനാറിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പം ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർ തീർച്ചയായും ഈ വെബിനാറിൽ പങ്കെടുക്കണം. കാര്യം ഈ വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പോൾ ഈ വെബിനാറിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ ഏണസ്റ്റ് അക്കാദമിയിൽ ഇനി എക്സാം വരാൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതുപോലെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലന ബാച്ച് ആരംഭിക്കുകയാണ്. ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് സിലബസിലെ ഓരോ മൊഡ്യൂളും എത്ര ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളും പഠിച്ചതിന് ശേഷം എത്ര ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഓരോ ടോപ്പിക്കിലും PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അന്ന് വരെയും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ആ മെൻറ്ററിലൂടെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ടൈമിൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മളൊരു പ്രൊമോ കോഡ് നൽകുന്നുണ്ട്. ഈ താഴെ ആ പ്രൊമോ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഈ കോഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ കോഴ്സ് നേടുന്ന ടൈമിൽ ഈ പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ IEO എക്സാം അല്ലേ, അതായത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള IEO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ നമ്മുടെ ഈ ഇന്റൻസീവ് കോഴ്സും അതുപോലെ തന്നെ IEOയുടെ നമ്മുടെ കോഴ്സും ഒരുമിച്ച്, അതായത് കോംബോ ആയിട്ട് നേടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കോംബോ ആയിട്ട് നേടുമ്പോഴും ഈ പറഞ്ഞൊരു ഓഫർ നമ്മൾ തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അപ്പോൾ ഇപ്പം ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. കാര്യം അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കുന്നതല്ല. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, നല്ല കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് വേണ്ടി വരും. അപ്പോൾ ആ ഗൈഡൻസ് നമുക്ക് നമ്മുടെ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. PSC റീസെൻ്റ് ആയിട്ട് നടത്തിയ ഒരുപാട് ടെക്നിക്കൽ എക്സാമുകളിൽ റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ഫസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത്. മുഹമ്മദ് ഷമീം എന്നാണ് വിദ്യാർത്ഥിയുടെ പേര് വരുന്നത്. അതുപോലെ തന്നെ ജൂനിയർ മാനേജർ തസ്തികയിൽ ഫസ്റ്റ് റാങ്ക്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിന് ഫസ്റ്റ് റാങ്ക്. അങ്ങനെ പോകുന്നു നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ്. നിങ്ങൾക്കും ഇതുപോലെ ടോപ്പ് റാങ്കുകളിലെത്തി എത്രയും വേഗം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സീരിയസ്നെസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ ഇനി എപ്പോഴും വരണമെന്നില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളും വീഡിയോസും നമ്മുടെ ചാനൽ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.